ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. യുദ്ധകാണ്ഡം രാജാഭിഷേകം. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാൻ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നതാ. മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷനരുൾ ചെയ്താനന്തരം. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുധാ. വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നഴകാപുരി പുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യ പാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസന മാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയുമിന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയ പുത്രിയുമുൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരുമമാത്യരും രക്ഷിക്ക ഭൂതലമെന്നുപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാ ആത്മരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത്ത മംഗലൻ. നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ. ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ. തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസരം. മാനസേ ഖേദമുണ്ടാകരുതാക്കുമേ ജ്ഞാനയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിന്നൊരു കീടെല്ലാമെന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രുനി കൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസാ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദാ. വാനരനാരീജനത്തിനും കൗസല്യ താനാദരാലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ
രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യാഭരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാറു നാദന്നകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയ വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമായ അനാരതം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീണാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറിപ്പരി വാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളുന്ന നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപുരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം. ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നുദ്രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു. വന്ദിച്ചകം പുക്കുമാതാവു തൻ പദം വന്ദിച്ചിധന്യ പിതൃപ്രിയമാരെയും. പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാൻ അവിളംബിതം ഭവാൻ. ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം. സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിൽ ആക്കുക വേണമവരെ വിരയെ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും. ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനോ അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗളമമ്മാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമിത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്തി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മൂർത്തമായുടനുണ്ടാകുമാദികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം
അധ്യാത്മരാമായണം പരമേശ്വരനത്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം.